മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കോഫി ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പുഡിംഗ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ചേർക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു കോഫി ചോക്ലേറ്റ് മിക്സ് ആണ്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ഇട്ടിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ചേർത്ത് ഇട്ടിരിക്കുന്നതാണ്. ഈ വലിയൊരു കഷ്ണം ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒരു കോഫി ചോക്ലേറ്റ് മിക്സ് ആണ്. ഇതിനായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോഫി ചോക്ലേറ്റ് മിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കേക്കിലൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് തിക്കായിട്ട് വേണ്ട, അല്പം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആ ട്രേയിലേക്ക് അല്പം ഓയിലോ ബട്ടറോ പുരട്ടിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. ഈ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളുടെയും അളവ് നമ്മൾ എടുക്കുന്ന പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രത്തിന്റെ ആ വലിപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്രയും ബിസ്ക്കറ്റ്, ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ബിസ്ക്കറ്റ് ഓരോന്നും നമ്മൾ ആദ്യം തയ്യാറാക്കിയ കോഫി മിക്സിൽ ഇട്ടിട്ട് ഒന്ന് മുക്കി എടുത്തിട്ട് വെക്കുക. ഓരോന്ന് വീതം ഇതിലൊന്ന് അടുക്കി വെക്കുക. ഒന്ന് 2 സ്പൂൺ കോഫിയും കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്നുകൂടെ ഒന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിന്റെ ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ലെയറിലേക്ക് വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ അടുത്ത ലെയറിലേക്കുള്ളത് ഞാൻ വീണ്ടും ഇതേ അളവിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ് കോഫി മിക്സിൽ മുക്കിയിട്ട് ഇതിന്റെ മുകളിലൊന്ന് നിരത്തി വെക്കാം. രണ്ടാമത്തെ ലെയർ നമ്മളിവിടെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീമിന്റെ മിക്സ് ഞാനിവിടെ വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആ ചോക്ലേറ്റ് മിക്സർ അല്പം ഇതിൽ പാത്രത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് ഒന്ന് വരച്ചെടുത്താൽ മതി. ഞാൻ അത്ര ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഞാനൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കോഫി ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ മധുരം ചേർക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര മധുരം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ മധുരമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്പം മധുരമുള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാനായിട്ട്. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം നമുക്കിതിലേക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾ ഈ പുഡിംഗ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് തന്നെയാണ്. വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.